ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു തിരുവെഴുത്ത് വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 തിരുവെഴുത്ത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളൂ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, നാം പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ആ വാക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയാവാം. കേൾക്കുന്ന പലർക്കും ആ വാക്ക് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്: നല്ല ജോലി കിട്ടുന്ന ഒരു ടൈം, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന ടൈം, നല്ല സാമ്പത്തിക സുരക്ഷയുള്ള സമയം, സന്തോഷമുള്ള ഒരു കുടുംബജീവിതം, എല്ലാ സ്വപ്നങ്ങളും സഫലമാകുന്ന ഒരു ജീവിതം. ഈ വചനം പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവമക്കൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ചിന്ത ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം, ബാബേൽ പ്രവാസത്തിൽ ഇസ്രയേൽ ജനം വളരെ കഷ്ടതയും വേദനയും അനിശ്ചിതത്വവും നിറഞ്ഞൊരു കാലത്താണ് ദൈവം അവരോട് പറയുന്നത്: നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ മാറും, നിങ്ങൾക്ക് നല്ലൊരു ശുഭഭാവി കരുതിയിരിക്കുന്നു. ഈ വചനം അവർക്ക് ഒരു ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് അവർ കണ്ടത്. ആ പദ്ധതി ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് ഉണ്ടെന്ന് മനസ്സിലായി. ബാബിലോണിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം തീർന്നു, ഇവിടെ കൊണ്ട് ഈ ദേശം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, ഇല്ല, ഇവിടുത്തെ അപ്പുറമായി ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, ഇവിടം കൊണ്ടെല്ലാം തീർന്നു, അവസാനിച്ചു എന്ന് പറയുമ്പോൾ, വചനം പറയുന്നു, ഒരു ശുഭഭാവി നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നു. ഒരു ഭാവിയില്ല, മണ്ടയടച്ചു പോയി എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ ഹൃദയത്തെ ഭാരപ്പെടുത്തുമ്പോൾ ദൈവം പറയുന്നു, നല്ലൊരു ഭാവി നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതാ അവിടെ സ്വപ്നങ്ങൾക്ക് ഒരു ചിറക് മുളയ്ക്കുകയാണ്. ഇതാ പുതിയൊരു തളിരില വരുന്നത് പോലെ ഇതാ വീണ്ടും പൊട്ടിക്കിളിർക്കുകയാണ്. പ്രിയരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ അല്ല ദൈവത്തിന് നമുക്ക് ഉന്നതമായ പ്ലാനും ഉന്നതമായ വഴികളും ദൈവത്തിനുണ്ട്. ആ ഉന്നതമായ വഴികളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധ്യമാകുന്നില്ല. എന്നാൽ ആ ബോധ്യത നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഈ വചനങ്ങൾ വായിക്കുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് ചിലപ്പോൾ ആ ബോധ്യത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. പ്രിയരെ, മനുഷ്യ ജീവിതം വളരെ ചെറിയൊരു ജീവിതമാണ്. ആ ചെറിയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ട് നമ്മുടെ ജീവിതം എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, ഇതാ ഈ വചനം പറയുന്നു, ഒരു ശുഭഭാവി ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ജീവിതത്തെ നിരാശ പിടിച്ച് നീ ഇവിടെ അവസാനിച്ചു എന്നുള്ള ചിന്തയിൽ നിനക്കൊരു മോചനം ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുഭഭാവി കർത്താവ് തരികയാണ്. യഥാർത്ഥത്തിൽ നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശയാണ്. യേശുക്രിസ്തുവാണ് നമുക്ക് ഒരു ശുഭഭാവി. നമ്മൾ ഈ ലോകത്തിലെ മാത്രം ചിന്തകളാലാണ് ശുഭഭാവി എന്ന് ചിന്തിക്കുന്നെങ്കിൽ അവിടെ കൊണ്ട് മാത്രം അത് ഒതുങ്ങുന്നില്ല. നിത്യതയിൽ വലിയൊരു ശുഭഭാവി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു സെന്റ് സ്ഥലം പോലും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇവിടം കൊണ്ട് മാത്രമായി ജീവിതം അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, നമുക്കൊരു ശുഭഭാവിയുണ്ട്. ആത്മാവിൻ്റെ ശുഭഭാവി നിത്യതയോളം കിടക്കുന്നു. ആ നിത്യതയോളം കവർ ചെയ്യുന്ന ഒരു ശുഭഭാവിയുടെ മുന്നിലാണ് നമുക്ക് ദൈവം ഈ വലിയ പ്രോമിസ് വെച്ച് നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിരാശയിലും ബന്ധനത്തിലും അകപ്പെട്ടുപോയി, തകർന്നുപോയി എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഉണരുക. ദൈവം നിങ്ങളോട് വലിയ പ്ലാനുണ്ട്, വലിയ പദ്ധതികളുണ്ട്.
ഇതാ എല്ലാം അവസാനിച്ചു, ഇവിടെ തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ പ്ലാനുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് വചനം വായിച്ചപ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന നല്ലൊരു ശുഭഭാവി തരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ. ദൈവം നമ്മളെക്കുറിച്ച് ഉന്നതമായ പ്ലാനാണ് ചിന്തിക്കുന്നത്. അതാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ദൈവം അത് കൊടുക്കുകയാണ്. പ്രിയരെ, ഇന്ന് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഇത്രയും സ്നേഹം ദൈവം നമുക്ക് തന്നിട്ടും സ്നേഹത്തിന്റെ വില നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വഴി തള്ളപ്പെട്ടു പോകും. എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയേണ്ട ഒരു ശുഭഭാവി ദൈവം നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഈ ബലം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയിലോ ഭാരത്തിലോ ടെൻഷനിലോ ജീവിതം അവസാനിച്ചു എന്നുള്ള ചിന്തയിൽ കിടക്കുന്നവരെ കർത്താവെ ഈ വചനത്തെ തട്ടി ഉണർത്തപ്പെട്ട് അവർ എഴുന്നേൽക്കട്ടെ, ഒരു ബലത്തോടെ നിൽക്കട്ടെ. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വലിയ പ്ലാനുകളുണ്ട്, അത് നടക്കട്ടെ, ദൈവം പദ്ധതിയായി തീരട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, കൃപയോടെ നടത്തുമാറാവട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.